നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് അവസാനം വരെ കേൾക്കണം. കാര്യം പ്രേതങ്ങളിലും അല്ലെങ്കിൽ പ്രേതാനുഭവങ്ങളെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ പലർക്കും ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരു സംഭവം തന്നെയാണ് പറയുന്നത്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട്, ആത്മാക്കൾ, പ്രേതങ്ങൾ. അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. വർഷങ്ങളായിട്ട് ഞാനിതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങളും കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഒരാഴ്ചത്തെ സമയം എടുക്കും. ആ വാട്സപ്പ് നിങ്ങൾക്ക് കേട്ടതിന് ശേഷം എന്നെ നേരിട്ട് വിളിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതം എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പ്രേതബാധ കൂടിയവർക്കെന്നല്ല, അത് പരിഹരിക്കാൻ കൊണ്ടു നടന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ ബന്ധുക്കൾക്കും അങ്ങനെയുള്ളവരാരും ഈ പ്രേതം ഇല്ല എന്ന് പറയില്ല. ഇത് വന്നവരാരും എന്ന് പറയില്ല. ഇല്ലാത്തവർ, അതായത് ഈ പ്രേതബാധയെക്കുറിച്ച് നേരിട്ട് കാണാത്തവരോ അറിയാത്തവരോ ഒക്കെ അതില്ല എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരും ഇതുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മൾ അറിയണം. പലരും ഇത് അറിയാൻ ആഗ്രഹിക്കുന്നത് പേടി കൊണ്ടാണ്. പക്ഷെ നമ്മളിതിനെ ഭയപ്പെടരുത്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നമ്മളിതിനെ ഭയപ്പെടരുത്. ഇതിനെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാലാണ്, നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു ബാധാദോഷം അല്ലെങ്കിൽ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് നമ്മൾ നിയന്ത്രിക്കുന്നത്. നമ്മൾ പോകുന്നൊരു വഴിയിൽ ഒരു അന്തരീക്ഷത്തിൽ ഇത് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ വന്നിട്ടാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. അപ്പം വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭയപ്പെടുന്ന സമയത്തിന് അല്ലെങ്കിൽ ഈ അസമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ കൂടിയുള്ള യാത്ര, ഈ അടഞ്ഞു കിടക്കുന്ന വീട്, ശ്മശാന ഭൂമി, നമുക്ക് പെട്ടെന്ന് പേടി വരുന്ന അന്തരീക്ഷങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടി പോകുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. അത്രമാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ പ്രേതം പിടിച്ചു അല്ലെങ്കിൽ പ്രേതങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ മറവിൽ കള്ളത്തനങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ പോയിട്ടുള്ള പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരു ദിവസം വീട്ടുകാരെല്ലാം കൂടി ഒരാളിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. ഒരു പയ്യൻ, അവനൊരു 27-28 വയസ്സ് വരും. അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ മുമ്പ് ഇരിക്കുന്നതിന് അവരിങ്ങനെ ചുമ്മാ തലയൊക്കെ ഇങ്ങനെ ഈ ഭ്രാന്ത് പിടിച്ചതൊക്കെ കാണിക്കുന്നു. അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, ഇങ്ങനെ കൗളിലിട്ട് ഇങ്ങനെ തട്ടിയൊക്കെ കാണിക്കുന്നു. എന്തൊക്കെയോ കുറേ ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട്. അപ്പം സംഭവം ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഇവന് പ്രേതം പിടിച്ചു. എങ്ങനെ പിടിച്ചു എന്ന് അവൻ പറയുന്നില്ല. അവൻ എങ്ങനെയോ അത് ഉള്ളിലേക്ക് കയറി എന്നാണ് പറയുന്നത്. ശരിയാണ്, അങ്ങനെയാണ്. കാര്യം ഇത് പ്രേതം എവിടെ നിന്ന് പിടിച്ചു, അങ്ങനെ പിടിച്ചു നമുക്ക് സാധാരണഗതിയിൽ അറിയാൻ സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇവൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനിങ്ങനെ ഈ നമ്മൾ കണ്ടിട്ടില്ലേ, ചില ഉത്സവ സമയത്തിനൊക്കെ ചില ക്ഷേത്രത്തിൽ നിന്ന് ആൾക്കാർ തുള്ളി ഒക്കെ ഇങ്ങനെ ദേവം വന്നു തുള്ളിയൊക്കെ പോകുന്ന ചില രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇവൻ ചില സമയങ്ങളിൽ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ അങ്ങ് തുള്ളിയിട്ട് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നു. ഈ കുഞ്ഞിന്, അതായത് ഇപ്പം ഈ ശരീരത്ത് വന്നിരിക്കുന്ന ശരീരത്തിൻ്റെ ഉടമ, ആ കുഞ്ഞിനൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവർ ചോദിക്കും, എന്താണ് ആഗ്രഹം? അപ്പോൾ ആഗ്രഹമൊക്കെ പിന്നീട് പറയാം. എന്തായാലും ആഗ്രഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ ശരീരം വിട്ടുപോകൂ എന്നൊക്കെ പറയും. പിന്നെ ജോലിക്ക് പോകില്ല, പ്രധാനം അതാണ്. ജോലിക്ക് പോവുകയില്ല. ഇനി അടിച്ചു കൊന്നാലും അവൻ ജോലിക്ക് പോകില്ല. അഥവാ നിർബന്ധപൂർവ്വം ജോലിക്ക് എന്തെങ്കിലും പറഞ്ഞു വിട്ടാൽ, കാര്യം അവൻ്റെ വീട്ടുകാരെല്ലാവരും ഈ പറഞ്ഞ ദിവസക്കൂലിക്കൊക്കെ പോകുന്നവരാണ്. അവരാരെങ്കിലുമൊക്കെ അവനെ ഹെൽപ്പറായിട്ട് വിളിച്ചുകൊണ്ട് പോയാൽ അവിടെ ചെന്ന് ഒരു 8:30 മണിക്ക് ജോലി തുടങ്ങിയാൽ 10 മണിക്ക് മുമ്പ് ഇവൻ തുള്ളും.
തുള്ളി ഇരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഇട്ടുകൊണ്ട് വന്ന തുണിയൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് അതേ ജോലിക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ വലിച്ചു കയറി കളഞ്ഞിട്ട് മറ്റേ ഡ്രസ്സ് ഇട്ടുണ്ടാവും. അവിടെ നിന്ന് ഓടി കഴിഞ്ഞ് പിന്നെ വന്ന് നിൽക്കുന്ന വീട്ടിലാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരടുത്ത് പോകും. സിനിമാ തിയേറ്ററിൽ വെച്ചിട്ട് ഇവന് പ്രേതം വരും. കൂട്ടുകാരുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ വരും. രഹസ്യമായിട്ട് അവർ പറഞ്ഞു മദ്യപിക്കുമ്പോഴും വരും. അതായത് അവൻ നല്ല രീതിയിൽ മദ്യപിക്കുന്നു, കൂട്ടുകാരോടൊപ്പം അവ ഉല്ലാസത്തിന് പോകുന്നു, സിനിമ തിയേറ്ററിൽ പോകുന്നു. പിന്നെ കൂട്ടുകാരും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വരുമ്പോഴത്തേക്ക്. അത് വേറെ പ്രശ്നമൊന്നുമില്ല, സിനിമയൊക്കെ തീരാറാകുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ വരാറുണ്ട്. പിന്നെ ഷാപ്പിലൊക്കെ പോയിരുന്ന് കുടിച്ചു തുടങ്ങി കുടിച്ചൊക്കെ തീരാറാകുമ്പോൾ ഒരു ഫിറ്റാകുമ്പോൾ അവൻ ഇങ്ങനെ വരാറുണ്ട്. എന്തും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ജോലി ഒഴിച്ചിട്ട് വേറെ എന്തും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് തീർന്നു കഴിയുമ്പോൾ ഇവന് പ്രേതം വരും. സിനിമ തീരാറാകുമ്പോഴത്തേക്ക് മദ്യവെച്ച് ഇരിക്കുമ്പോൾ കുപ്പിയിൽ അവസാന തുള്ളിയും തീർന്നു കഴിയുമ്പോഴത്തേക്ക്, എന്തെങ്കിലും ഉത്സവ പറമ്പുകളിൽ പോയാൽ ആ ഉത്സവമൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇവന് പ്രേതമുണ്ട്. പക്ഷേ ഈ അവൻ്റെ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം മാത്രമേ ഈ പ്രേതം അവൻ്റെ ശരീരത്ത് വരാറുള്ളൂ. പിന്നെ ഒരു കാര്യം, കൂട്ടുകാരും പറഞ്ഞ കാര്യം, ജോലിക്ക് പോകുന്ന കാര്യം അവനോട് പറയാൻ പാടില്ല. പറഞ്ഞാൽ അപ്പോഴവന് പ്രേതം വരും. അല്ലെങ്കിൽ നിർബന്ധിച്ച് നമ്മൾ ജോലിക്ക് കൊണ്ടുപോയാലും അവിടെ ചെന്ന് ജോലി പേശയെല്ലാം കൊടുത്തിട്ട് ജോലി വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൂടിപ്പോയി 1 മണിക്കൂറിനുള്ളിൽ അവൻ്റെ പ്രേതം വന്നിരിക്കും, വരികയും ചെയ്യും. ഇതെല്ലാം ഇട്ടിരിക്കുന്നതെല്ലാം ഡ്രസ്സൊക്കെ വലിച്ച് കയറി കളഞ്ഞിട്ട് അവർ ഇട്ടുകൊണ്ടോ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് തിരിച്ച് ഓടിക്കളയും. അപ്പോൾ അത് നോക്കുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം വീട്ടിലോ ഇരിക്കും. ഇതാണ് ഇവൻ്റെ ഒരു ഇവനിൽ പ്രേതമെന്ന കാണിക്കുന്ന സ്വഭാവം. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ശരീരത്തിന്, അതായത് ഇപ്പൊ ഈ ജോലിക്ക് കള്ളനായി നിൽക്കുന്ന ഇവന് ഒരു ആഗ്രഹം ഉണ്ടെന്നും ഈ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് ഈ പ്രേതം വന്നിരിക്കുന്നത്. ഈ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ശരീരത്തിനെ നശിപ്പിച്ചു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവരാഗ്രഹം ചോദിച്ചോട് പറഞ്ഞിട്ടില്ല. അത് എന്ന് പറയുമെന്ന് വെച്ചാൽ അതും പറഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ നീട്ടിക്കൊണ്ടു. അങ്ങനെ ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇച്ചിരി പാവപ്പെട്ടവരാണ്. അവർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് പല സ്ഥലങ്ങളിലും ഇവനെ ഇങ്ങനെ കൊണ്ടുപോയി ചികിത്സിക്കുന്നു. 27-28 വയസ്സായി. അപ്പം ഇവൻ്റെ സഹോദരങ്ങളെല്ലാം കല്യാണം കഴിച്ച് ഇവ ഏറ്റവും ഇളയതാണ്. കല്യാണമൊക്കെ കഴിച്ചു. അപ്പം ഇവന് കല്യാണം കഴിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല. വീട്ടുകാർ തയ്യാറാകാത്ത കാര്യം എന്താ വെച്ചാൽ ഇവന് ജോലിയില്ല, ജോലിക്ക് പോകില്ല. ഇവരുടെ ചിലവും, അതായത് ഇവ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ പോലും ഈ സഹോദരങ്ങൾ ജോലി ചെയ്തിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം പിന്നെ എങ്ങനെ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കും? അതും പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ബാധ കൂടി ഇരിക്കുകയല്ലേ. പക്ഷെ ഇത് ഒഴിപ്പിക്കാൻ വേണ്ടി ഇവരിനി പോകാൻ സ്ഥലങ്ങളില്ല. എല്ലാ മതക്കാരടുത്തും പുരോഹിതന്മാരടുത്തും പല സ്ഥലങ്ങളിലും പോയി ഇട്ടൊക്കെയാണ് അവസാനം എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ പോയവരുടെ ലിസ്റ്റും ഒക്കെ ഞാൻ അവരടുത്ത് ചോദിച്ചു മനസ്സിലാക്കി ഓരോ സ്ഥലങ്ങളിൽ ചെന്നുള്ള ഇവൻ്റെ ഈ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനേക്കാൾ ഉപരി ഞാൻ ശ്രദ്ധിച്ചത് ഇത് ഒഴിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. എല്ലാം നല്ല കിടിലം ആളാണ്. പക്ഷെ അവർക്കൊന്നും ഇത് ഒഴിപ്പിക്കാൻ സാധിച്ചില്ല. അവർ വിചാരിച്ചിട്ടും ഇത് ഒഴിഞ്ഞു പോയില്ല. അവർ കുറച്ചൊക്കെ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും അധികമായിട്ടൊന്നും ഈ കേസിൽ ആരും ഇടപെട്ടിട്ടില്ല. അതായത് ഒഴിപ്പിക്കുന്ന ആൾക്കാർ അവരെല്ലാവരും ഒന്ന് കൈയേറ്റിട്ട് വിട്ടുകളയാണ് ചെയ്യുന്നത്. ഇവനെ കൊണ്ടുവരണ്ട, ഇവനെ വല്ലതും ഡോക്ടറെ കാണിക്കാനൊക്കെയാണ് അവർ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഒരു 2-3 വർഷം കൊണ്ട് ഇവർ അതായത് ഇവനൊരു 10-24 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അതായത് ജോലിക്ക് പോകാൻ പ്രായമായപ്പോൾ തുടങ്ങി. അതിന് മുമ്പൊന്നും പ്രശ്നങ്ങളൊന്നും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനും പരിശോധിക്കുമ്പോൾ യവനിൽ അങ്ങനെ ഒരു പ്രേതം നമുക്കറിയാൻ സാധിക്കും. എൻ്റെ ഒരു അവസ്ഥ, അതായത് പ്രേതമാണെങ്കിൽ, യഥാർത്ഥത്തിൽ പ്രേതമാണ് പിടിച്ചെങ്കിൽ പ്രേതം എല്ലാവരെയും അങ്ങനെ പിടിക്കാറില്ല. എത്ര നല്ല സന്ദർഭം കിട്ടിയാലും പ്രേതം എല്ലാവരും പിടിക്കാറില്ല. അങ്ങനെ പ്രേതം പിടിക്കുന്ന ആൾക്കാരുടെ ഗ്രഹനില നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. ചില ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ വെച്ചിട്ട് ആ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഇതിനൊക്കെ നെഗറ്റീവുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ശരീരത്തിൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ. അങ്ങനെ ഇവൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇതിന് മുമ്പുള്ള പല പുരോഹിതന്മാരും പറഞ്ഞത് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് പരിശോധിപ്പിക്കാൻ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു വിധത്തിൽ പോകില്ല. ഇവൻ പറയുന്നത് എനിക്ക് പ്രേതം തന്നെയാണ്, എന്നെ കൊണ്ടുവന്ന് നിങ്ങൾ എന്തെങ്കിലും പൂജ ചെയ്ത് മാറ്റിക്കോ. അങ്ങനെ പൂജ ചെയ്ത് ഇവർ ഒരുപാട് കടമായി അവർക്ക്. ഇത് ഒട്ടും മാറിപ്പോകുന്നുമില്ല. അങ്ങനെ എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഇതെല്ലാം കൂടി പരിശോധിച്ചപ്പോൾ ഇതൊരു പ്രേതമായിട്ട് എനിക്കും തോന്നിയില്ല. ഇവനുള്ള എന്തോ ഒരു മാനസിക വിഷയമാണ്. അപ്പം മാനസിക വിഷയമാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകണ്ടേ, ഇവൻ അതും പോകുന്നില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് ഒഴിപ്പിക്കാൻ ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു ഇതുണ്ടാവണ്ടേ, അതിനൊരു സംഗതി ഉണ്ടാകണ്ടേ. ഇല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞ് ഒഴിപ്പിക്കാം? എന്തിനാണ് ഒഴിപ്പിക്കേണ്ടത്? അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യവും കാണുന്നില്ല.
അങ്ങനെ ഇവനെ ആദ്യത്തെ ദിവസം ഇവനെ എന്നെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഇവ ഈ ഗോഷ്ഠിയൊക്കെ കാണിച്ചിട്ട് പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പം വരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ 2 പേരെന്തോ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ ഇവൻ്റെ ആലോചിച്ചങ്ങ് വളരെ വിഷമമാണ് ഇവൻ്റെ കാര്യം ആലോചിച്ചു. അവൻ എന്ത് ചെയ്യും? അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു, ഇനി എന്ത് ചെയ്യാനായിട്ടെന്നുള്ളൊരു നിലപാട് നിൽക്കുന്നു. അപ്പം ഞാൻ അവരോട് ഉള്ള സത്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അവനങ്ങനെ ഒരു ബാധാദോഷങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷെ അവരോട് അങ്ങനെയല്ല, ഉണ്ട്. കാര്യം ആ ബാധ വന്ന് ഞങ്ങളോട് പറയുന്നതാണ്. അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവനെ കൊന്നുകളയും, ആ ശരീരത്തിനെ നശിപ്പിച്ചു കളയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ അവൻ്റെ കൂട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. അതിൽ 2-3 കൂട്ടുകാരടുത്ത് കൂട്ടി അടുത്തൊരു ദിവസം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തായാലും ഇത് കുറച്ച് നമ്മൾ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്കൊരു ഒരു ധാരണ കിട്ടുള്ളൂ. അല്ലാതെ രാശിയൊന്നും നോക്കിയിട്ടൊന്നും ഇതൊന്നുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഈ കൂട്ടുകാരെയും കൊണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. പിന്നെ കൂട്ടുകാരോട് മാത്രമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, സാറേ എനിക്ക് ഇതിനകത്ത് ഒരുപാട് സംശയമുണ്ട്. അവൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഉള്ളതാണോ കള്ളമാണോ എന്നുള്ള കാര്യം. ഇതങ്ങനെയൊന്നും അവന് ഇതൊക്കെ പറയുമ്പോൾ അവനൊരു നല്ല ബോധത്തോടു കൂടിയാണ് അവൻ ഈ ശരീരത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ അങ്ങനെയൊന്നും പ്രേതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഈ പയ്യൻ കുറച്ച് തെളിവുകളൊക്കെ വെച്ചിട്ട് പറഞ്ഞു. കാര്യം അവൻ പറഞ്ഞ ഇത് തന്നെയാണ്, അവൻ ഉപയോഗിക്കേണ്ടതെല്ലാം ഉപയോഗിച്ച് തീരുമ്പോൾ അവസാനം അത് കുളമാക്കിയിട്ട് പോകും. അതായത് മദ്യപിച്ചുകൊണ്ടിരുന്നാൽ ഇവൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഇവ അവിടെ തുള്ളി ബാക്കിയുള്ളവർ പോലും കുടിക്കാൻ സമ്മതിക്കാതെ കളഞ്ഞിട്ട് പോകും. ഒരു സിനിമ കണ്ടു, ഏകദേശം അവന് ഇഷ്ടപ്പെട്ട് സീനൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അവസാനം പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് സീനൊന്നും കാണാൻ സമ്മതിക്കാതെ ഇവർക്ക് വേണം ഉണ്ടാകും. ഇങ്ങനെ എന്ത് കാര്യവും അവസാനവും ഒന്ന് നശിപ്പിച്ച് കുളമാക്കിയിട്ട് പോകണ ഒരു ഏർപ്പാടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സംശയമുണ്ട് സാറേ എന്ന് ഈ പയ്യൻ എന്നോട് പറഞ്ഞു. അപ്പൊ അവർക്കും യവൻ ഈ ശരീരത്ത് വന്നിരിക്കുന്നത് യവൻ്റെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കാനാണ്. അത് എന്താണെന്ന് അവർക്കും അറിയില്ല. അപ്പൊ ഞാൻ അവരോടൊക്കെ ചോദിച്ചു എങ്ങനെ എന്തെങ്കിലും. അപ്പൊ അവർക്കൊന്നും അറിയില്ല, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂട്ടാൻ തന്നെ തീരുമാനിച്ചു ഇവനേതെങ്കിലും, അതായത് ഞാനും അവൻ്റെ സഹോദരങ്ങളുമായിട്ട് ഇവനേതെങ്കിലും പെൺപിള്ളേരുമായിട്ട് എന്തെങ്കിലും ലൈനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പെണ്ണുമായിട്ട് സ്കൂളിൽ പഠിച്ചിറങ്ങിയ കാലം തൊട്ടുള്ളൊരു ബന്ധം അത് ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് പോകുന്നു എന്നുള്ളതാണ് ആ കൂട്ടുകാരന്മാർ പറഞ്ഞത്. അപ്പൊ പെൺകുട്ടി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഇവൻ അടുപ്പിച്ച പ്രായവും ഉണ്ട്. ഇവൻ കെട്ടുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൻ ജോലി ചെയ്യുന്നില്ല, ജോലിക്ക് പോകുന്നില്ല. അവർക്ക് കെട്ടാനും നിവൃത്തിയില്ല, കെട്ടാതിരിക്കാനും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഇവൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഞാൻ സഹോദരന്മാരെ തോന്നി ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഇവന് മറ്റൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് നീങ്ങാം. അവനൊരു കല്യാണ ആലോചനയൊക്കെ നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. കാര്യം അപ്പോഴും ഞാൻ പറയുന്നു, എനിക്കൊരു വിശ്വാസമല്ല ഇത് പ്രേതമാണെന്നുള്ള കാര്യം. യവന്റെ എന്തോ ഒരു ഉടായിപ്പാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ സഹോദരങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വാമി അത് വിജയിക്കും. ഞാൻ പറഞ്ഞു, പറയൂ നിങ്ങൾ. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഞങ്ങളും കൂടെ സംസാരിക്കാം. അവൻ്റെ പെണ്ണ് 27-28 വയസ്സുണ്ടാവുന്നു, അവനെ കൊണ്ട് നമുക്ക് ഒരു വിവാഹം കഴിപ്പിക്കണം, അത് കഴിച്ചാൽ മാറും എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് തീരുമാനിച്ചിട്ട് അവസാനം വീട്ടുകാർ അവനോട് പറഞ്ഞു, ഇങ്ങനെ സാറ് പറയുന്നത് നിനക്ക് ഒരു കല്യാണം കഴിക്കണം, ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നിനക്ക് നിന്റെ ഈ അസുഖം മാറുള്ളൂ, അല്ലെങ്കിൽ ഈ ദോഷം മാറുള്ളൂ. അതിനുശേഷം സാറ് മാറ്റിത്തരാം, ആദ്യം വിവാഹം കഴിപ്പിക്കാനാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിവാഹം കഴിക്കാനൊക്കെ ഞാൻ തയ്യാറാണ്, എനിക്കിപ്പം ജോലിക്കൊന്നും ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല, അതൊക്കെ കാര്യങ്ങൾ എന്നെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുകയാണ്, എങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എങ്കിൽ ശരി. അപ്പൊ ഞാനിത് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, അവൻ സമ്മതിച്ചാൽ പോലും നിങ്ങൾ പറയുന്ന പെൺകുട്ടിയായിരിക്കണം അവൻ കല്യാണം കഴിക്കേണ്ടത്, ആ ഒരു നിലയിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ കൂട്ടുകാരന്മാരെ കൊണ്ട് സംസാരിക്കുമ്പോൾ അപ്പൊ അവര് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ കെയർ ഓഫിൽ 2-3 പെൺകുട്ടികളാണ്, നമുക്ക് പോയി കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ സ്വഭാവം പറയുമ്പോൾ അതൊന്നും പറ്റൂല, പെൺകുട്ടിയൊക്കെ ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവരെ അത് എതിർത്തപ്പം പെട്ടെന്ന് എൻ്റെ സ്വഭാവം മാറി. പ്രേതം വന്നിട്ട് പറഞ്ഞു, ഈ ശരീരത്തിന് ആ പെൺകുട്ടിയാണ് ആവശ്യം, അത് നേടിക്കൊടുക്കാനാണ് ഞാൻ വന്നത്. അത് നേടിക്കൊടുത്തില്ലെങ്കിൽ, അതായത് നിങ്ങൾ ആ പെൺകുട്ടിയെ ഇവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവൻ്റെ ആത്മാവിനെ അടർത്തി കൊണ്ടുപോകും, അതായത് ഇവനെ കൊന്ന് ഇവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകും, നിങ്ങളുടെ അനിയൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം നശിപ്പിക്കും, ഇവരൊക്കെ എന്തോ ചെയ്യും, ഈ വീട്ടുകാരും കൂട്ടുകാരൊക്കെ എന്തൊക്കെ ചെയ്ത് കളയും, ഭയങ്കര ശക്തിയാണ് എനിക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അവരപ്പോഴും എന്നെ ഓടിയൊന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇങ്ങനെയാണ് കേസ് കിട്ടുക, ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നമുക്ക് വഴി ഉണ്ടാക്കാം,
കാര്യം ഇതിൽ. അപ്പോൾ അവർ സഹോദരന്മാരപ്പോഴും അതിൽ ഒരാൾക്കെന്തോ ഉടായ്പ മനസ്സിലായി, മറ്റേ ആൾ മൂത്തയാളാണെന്ന് തോന്നുന്നു. അയാൾ അങ്ങനെ ആയിരിക്കും, അപ്പോൾ അങ്ങനെ ചെയ്യില്ല ഇതൊക്കെ പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യും, നമുക്ക് അപ്പോൾ എനിക്ക് അന്ന് തമിഴ്നാട് ഒരു ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമായിട്ട് ചെറിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൽ പോയാൽ നമുക്കൊന്നും നേരെ കാണാൻ പറ്റില്ല. കാര്യം ഈ കനലാട്ടം എന്ന് പറയും, വിറക് ഇങ്ങനെ കത്തിച്ച് നല്ല പഴിപ്പിച്ച് ഇങ്ങനെ തീക്കനൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ കൂടി ഈ ചങ്ങലൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകും. ഇവിടെ തമ്പുരാനാണ് തുള്ളുന്ന, നടന്നു പോകും. പിന്നെ ഈ ആടിനെ കൊണ്ടുവന്നാൽ അതിനെ ജീവനോടുകൂടി ഇങ്ങനെ വെട്ടി കീറി വെച്ചു കൊടുക്കുമ്പോൾ അത് രക്തം കുടിക്കും. ഇങ്ങനെ കുറച്ച് ഭീകരമായിട്ടുള്ള നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിന് ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് ഒഴിപ്പിക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ആദ്യം അവനിത് കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവനെ കൊണ്ടുവന്ന് ഒഴിപ്പിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഞാനും ഒരു വെല്ലുവിളിയായിട്ട് എടുത്തു. കാര്യം ഇതിനകത്ത് ഒരു പൂജയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇവൻ അങ്ങനെ ഒരു അസുഖവും ഇല്ല, ഇവൻ ഒരു പ്രേതബാധയില്ല. ഇവൻ നമ്മളെല്ലാവരെയും കളിപ്പിക്കുന്നതാണെന്ന് മനസ്സിലായിട്ട് ഇവൻ കൊണ്ട് വിളിച്ച് ഞങ്ങൾ നേരെ അവിടെ കൊണ്ടുപോയി. അന്ന് അത് ചൊവ്വാഴ്ച ദിവസങ്ങളാണ് അവിടെ ഈ വിഷയം ഇങ്ങനെ കാര്യങ്ങൾ കാണിക്കുന്നത്. അവിടെ കൊണ്ടു ചെന്നിട്ട് ഇവനെ കാണിച്ചു കൊടുത്തു, നമുക്ക് പ്രേതത്തിന് ഒഴിപ്പിക്കാം, അടുത്തൊരു ദിവസം ഇവിടെ ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി. ഇതേ കണക്ക് വന്നാൽ ഈ അനുഗ്രഹിക്കുന്ന തമ്പുരാൻ നിന്നെ പിടിച്ച് ഈ തീയിൽ നിർത്തുമ്പോഴത്തേക്ക് അത് ആ തമ്പുരാൻ തന്നെ ഒഴിപ്പിക്കും. അയ്യോ, അത് നിർത്തിയാൽ എൻ്റെ കാല് പൊള്ളൂല്ലേ എന്ന്. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, നീ അല്ലല്ലോ, നിനക്കൊന്നും സംഭവിക്കില്ല, നിന്റെ ശരീരത്തിലുള്ള ആത്മാവിനാണ്, ആ പ്രേതത്തിനാണ് ഇത് സംഭവിക്കുന്നത്, പ്രേതത്തിനെ അവർ പിടിച്ചു കെട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അയ്യോ, അതൊന്നും പറ്റൂല, എൻ്റെ കാല് പൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ബഹളങ്ങളൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുറത്ത് ആട് വെട്ടുന്നത് കണ്ടു. പിന്നെ കോഴിയെ കഴുത്തൊക്കെ അറുത്തിട്ട് ഈ അനുഗ്രഹിച്ച് നിൽക്കുന്ന തമ്പുരാൻ തന്നെ ഇങ്ങനെ സ്ട്രോ ആയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കും പോലെയൊക്കെ അതിനെ വെച്ച് കുടിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ ഇത് വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് ആ സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും, അറിയാം മിക്ക ആൾക്കാർക്ക്. ഞാൻ പറയുന്നത് ഇതല്ല, ഇതിനേക്കാളും ഭീകരമായ അവസ്ഥയാണ് അവിടെ ചെന്ന് കണ്ടാൽ. നമുക്കൊന്നും പെട്ടെന്ന് കണ്ടു വയ്ക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലെയൊക്കെ ചെയ്യണം, അനുഗ്രഹിച്ചു വന്നിട്ട് അപ്പോഴത്തേക്ക് ഈ ശക്തി മാറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം, ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോയിട്ട് പിന്നെ ചിന്തിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒന്നും കാണാനൊന്നുമില്ല. നേരെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഇതല്ലാതെ വേറെ വഴിയില്ല ഇതിനെ മാറ്റാൻ. നമ്മൾ വേറെ ഒരു വഴിയില്ല, ഇതേ ഉള്ളൂ വഴി. അങ്ങനെ വന്നപ്പോൾ ഈ കൂട്ടത്തിൽ ഒന്ന് കൂട്ടുകാർക്കും ഈ സഹോദരന്മാർക്കൊക്കെ ഏകദേശം ഇവൻ്റെ ഒരു ഉടായിപ്പ് എന്തെന്ന് മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു, ഒരു രക്ഷയില്ല, നീ വന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കെട്ടിപ്പൊതിച്ച് കൊണ്ടുപോകും, എന്നാൽ ഇത് ഞങ്ങൾക്ക് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് വീണ്ടും ശരീരത്ത് വന്നിട്ട് പറയാണ്, ഈ കുഞ്ഞിനെ കൊണ്ടൊന്നും ഉപദ്രവിക്കരുത്, ഈ കുഞ്ഞിൻ്റെ ശരീരത്തിന് കേടുവരുത്തരുത്, നിങ്ങൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, പിന്നെ ഒരിക്കലും ഞാൻ ഈ ശരീരത്ത് വരില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പം ഈ അപ്പോഴത്തേക്ക് ചേട്ടന്മാർ പറഞ്ഞ് ഒരു കാരണവശാലും നടക്കില്ല, ഒരു കാരണവശാലും ഇവൻ ഇനി ജോലിക്ക് പോയി ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടല്ലാതെ ഇവന് കല്യാണവും ഇല്ല, ഒന്നുമില്ല, ഒന്നും നടക്കില്ല. നിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി നിന്റെ ശരീരത്തിൽ നിന്ന് ഇത് മാറ്റും എന്ന് പറഞ്ഞു. ഇവർ വാശിയോട് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടൊരു തർക്കങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്കൊരു നിബന്ധന വെക്കാം, ഈ ശരീരം വിട്ട് ഇന്ന് നീ പൊയ്ക്കൊള്ളണം, ഇനി അല്ല ഇതിനിടയ്ക്ക് നീ എപ്പോഴെങ്കിലും ഈ ശരീരത്ത് വന്ന് ഇതേ കണക്ക് ഈ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നിന്നെ കെട്ടിവരും ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് തീക്കാത്തതുകൊണ്ട് കനലിൽ കൊണ്ട് തള്ളുമെന്ന് പറഞ്ഞു. ഇവൻ കുറേ നിലവിളിച്ചു, കരഞ്ഞു, അങ്ങ് ശരീരത്തിൽ നിന്ന് മാറി. പിന്നീടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കുടുംബക്കാർ എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ അതിന് ശേഷം അവന് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, പ്രേതം പിന്നെ വന്നിട്ടില്ല. അപ്പം ഈ വീട്ടുകാർ അപ്പോഴപ്പോഴും പറയും, വന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ഒറ്റ ദിവസത്തെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അവരെ കെട്ടിപ്പോഞ്ഞെടുത്ത് അതിനെ തിട്ടോളും, അപ്പോഴും അതോടുകൂടി ആ പ്രേതം പോവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവൻ അതിന് തയ്യാറായതേ ഇല്ല. അപ്പോഴും ഇവൻ കൂട്ടുകാരോടൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രേതം ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ അത് വരുന്നില്ല എന്നുമൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അറിയുന്നു ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഇവൻ തയ്യാറായുള്ള ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞു. അപ്പം വീട്ടുകാർ വെച്ചൊറ്റ ഡിമാൻഡേ ഉള്ളൂ, അവൻ്റെ അടുത്ത് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതോ കടയിൽ ഇവന് ഈ ശരീരമനങ്ങുള്ള പണിയൊന്നും അവൻ ചെയ്യില്ല, കടയിൽ എന്തോ സെയിൽസ്മാനായിട്ടെന്തോ കുറച്ച് ചെറിയൊരു ശമ്പളമാണ്, എങ്കിലും അതിന് ജോലിക്ക് പോകാൻ അവിടെ ചെന്ന് വെറുതെ നിന്നാൽ മതിയല്ലോ, പുറത്തൊന്നും ഇറങ്ങണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ ആയി ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പിന്നീട് അറിഞ്ഞത്. അതായത് അവനിലുണ്ടായിരുന്ന ആ ഒരു പ്രേതം ഒരു പോലും നുള്ളിയിടാതെ, ഒരു ഭസ്മം പോലും ജപിച്ചിടാതെ, ഒരു പൂജയും ചെയ്യാതെ അത് എങ്ങോ പോയി മറഞ്ഞു എന്നുള്ളതാണ്. അപ്പം
പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടിട്ട് ഇതേ കണക്കുള്ള പറ്റിപ്പ് നടത്തുന്ന ഞാൻ അതിങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളടുത്തൊരു പ്രേതബാധ പിടിച്ച ഒരാൾ വരുമ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് പ്രേതമാണോ അല്ലെങ്കിൽ രോഗമാണ്. രോഗം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പലരും കാണിക്കാറുണ്ട്. കാര്യം അവർക്കറിയില്ല. പക്ഷേ രോഗവുമല്ല ദോഷവുമല്ലാതെ ഇതേ കണക്ക് ജോലി ചെയ്യാൻ മടിച്ചിട്ട് ഒരു ജോലിക്കും പോകാതെ വീട്ടുകാരെ പറ്റിച്ച് ഇതേ കണക്ക് പ്രേതമാണ് ഭൂതമാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം. ഒരുപാട് പേര് എനിക്കറിയാം. ഈ ഇടയ്ക്കും എൻ്റെ അടുത്ത് ഇതേ കണക്ക് ഒരുത്തം വന്നിരുന്നു. പാവപ്പെട്ട ഒരു തള്ള മാത്രമേ ഉള്ളൂ, ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് എഴിച്ചു നിൽക്കാൻ ജീവനില്ല. പെൻസിൽ പോലെയാണ് അവരുടെ ശരീരപ്രകൃതി, അത്രയ്ക്കേ ഉള്ളൂ. ഈ മകന് വേണ്ടിയിട്ട് അവർ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് കരയുകയാണ്. പക്ഷെ അവനൊരു ഒന്നുമില്ല. അവന് ജോലിക്ക് പോകാൻ പറ്റില്ല. എവിടെ ജോലിക്ക് പോയാലും ആ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള ആൾക്കാർ അവനെതിരെ കൂടോത്രം ചെയ്യുമെന്നാണ് അവൻ പറയുന്നത്. കൈവശം കൊടുത്തു എന്ന് പറയുന്നത്. അവന് എത്രയോ പേര് 10-12 പേര് അവന് കൈവശം കൊടുത്തു എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് തനിക്ക് ആൾക്കാർ കൈവശം തരുന്നത്? താങ്കൾ ജോലിക്ക് പോകുന്നില്ല, 10 പൈസ സമ്പാദിക്കുന്നില്ല. താങ്കളുടെ അമ്മ ഈ അടുക്കള പണിക്ക് പോയിട്ട് അത് കൊണ്ടുവന്നിട്ടാണ് താങ്കൾക്ക് ആഹാരം തരുന്നത്. നന്നായി പഠിച്ചിട്ടില്ല, ഒരു ജോലി ചെയ്യില്ല, കുളിക്കില്ല, നനയ്ക്കില്ല. ഇങ്ങനെയുള്ള താങ്കളെ ആർക്കാണ് ഇതേ കണക്ക് കൈവശം ചെയ്ത് എന്താണ് താങ്കളിൽ നിന്ന് തട്ടിപ്പറിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കുനിഞ്ഞത് നാളെ. കുനിഞ്ഞിരിക്കുമ്പോൾ ഈ അമ്മ അവന് സപ്പോർട്ടാണ്. അമ്മ പറയുന്നത് അങ്ങനെ അല്ല സാറേ, അവനെ നശിപ്പിക്കാനാണ്, അവൻ വളർന്നു വരരുത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ അവർക്കറിയില്ല. അപ്പൊ ചില അമ്മമാരുടെ സ്വഭാവം ഇതാണ്. ചില അമ്മമാരാണ് മക്കളെ ഈ അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുന്നത്. അപ്പം ഈ കാണിക്കുന്ന ചേഷ്ടകൾ ഇതെല്ലാം പ്രേതബാധയൊന്നും അല്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിച്ച് വെറുതെ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ നശിപ്പിച്ച് കളയാതിരിക്കുക. പ്രത്യേകിച്ചും അമ്മമാരെ ശ്രദ്ധിക്കുക. മിക്ക അച്ഛന്മാരും പറയും ഇത് പ്രേതമൊന്നുമല്ല, ഇതെന്തെങ്കിലും ഗുളിയോ മരുന്നോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചോ മാറും, ഇല്ലെങ്കിൽ നല്ല 2 തല്ല് കൊടുത്താൽ മാറുന്ന വിഷയമുള്ളൂ എന്ന് പറയും. പക്ഷെ എന്നാൽ മിക്കവാറും അമ്മമാർ അങ്ങനെയല്ല. എന്തെങ്കിലും പറഞ്ഞ് പ്രേതം എന്ന് പറഞ്ഞ് എല്ലാവർക്കും പേടിയാണ്. അത് ആ ഒരു പ്രേതമാണെന്ന് പറഞ്ഞ് പല മാതാപിതാക്കളെ പറ്റിക്കുന്ന ഈ മക്കളും ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം. ഇപ്പോഴും ഞാൻ 1-2 കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരാളെ ഞാൻ പറഞ്ഞു വിട്ടു. നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി ജോലി ചെയ്യൂ. ജോലിക്ക് പോകില്ല. ഇങ്ങനെയുള്ള ടീമിന് ജോലിക്ക് പോകുമ്പോഴാണ് പ്രശ്നം. മദ്യപിക്കാൻ പോവും, സിനിമ കാണാൻ പോവും, മറ്റെല്ലാ ഉല്ലാസത്തിനും പോവും, പെമ്പിള്ളേരെ പ്രേമിക്കും. ഒന്നിനും ഒരു കുറവുമില്ല. സ്കൂളും കോളേജും വിടുന്ന സമയത്ത് തന്നെ ഒരുങ്ങി കെട്ടി അവിടെ എൻ്റെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ജോലിക്ക് പോകാൻ വയ്യ എന്നുള്ളതാണ്. ഇതൊന്നും പ്രേതമല്ല, ഇതൊന്നും ഒരു മാനസിക പ്രശ്നങ്ങളും അല്ല. വെറുതെ ഡോക്ടർമാരുടെ അടുത്ത് പോയി പൈസ കൊടുക്കാനോ ഞങ്ങളെപ്പോഴവരെ കണ്ട് വെറുതെ സമയം കളഞ്ഞ് അതിനും വേണ്ടി നമ്മൾ ഇതിന് മെനക്കെട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഉള്ളവരെയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളിൽ കുറവ് വരുത്തിയാൽ തീർച്ചയായിട്ടും അവർ ജോലിക്ക് പോയിക്കൊള്ളും. ഇന്നത്തെ തലമുറയാൽ പുരുഷന്മാർ ഒരു 20-25 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അവനാണെന്ന് പറഞ്ഞിട്ട് പുരുഷനെന്ന് പറഞ്ഞിട്ട് പറയുന്നത് മറ്റുള്ള പുരുഷന്മാർക്കേ നാണക്കേടാണ്. ഞാൻ ഇത്രയും കടുപ്പിച്ച് പറയാൻ കാര്യം ഇങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പേര് ജോലി കള്ളന്മാരാണ്. ജോലിക്ക് പോവുകയേയില്ല. അതിന് വേണ്ടിയിട്ട് പല ഉടായ്പകൾ, പലവിധ അസുഖങ്ങൾ പറയും. ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ അടുത്ത സമയത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രേതം പിടിച്ചു, മാനസിക പ്രശ്നം. ഡോക്ടർമാരടുത്ത് പോകില്ല. ഇത് കണക്ക് ക്ഷേത്രങ്ങൾ കയറി നടക്കുക, ടോറ്റാനിക്കൽ പോയി ഭജനം വിരിക്കുക. ഞങ്ങളെ പോലടുത്ത് വന്നിട്ട് നമ്മൾ പറയുമ്പോൾ ദോഷമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഉണ്ട്. രാത്രി വരുന്നു, എൻ്റെ കഴുത്തിനെ പിടിക്കുന്നു, എന്നെ ഞെക്കുന്നു, എന്നെ കൊന്നുകളയെന്ന് പറയുന്നു, എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് പറയുന്നു, എൻ്റെ കുടുംബക്കാരെ നശിപ്പിക്കുമെന്ന് പറയുന്നു, എന്നെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ അവസാനം പറയും എന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല, സിനിമ കാണുന്നതിന് കുഴപ്പമില്ല, വേറെ കുഴപ്പങ്ങളില്ല. അപ്പം ഇത് രോഗങ്ങൾ മാത്രമല്ല, ദോഷങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർ പറ്റിക്കാനുള്ള ഉഡായിപ്പും ഈ പ്രേതബാധകൾ ഉണ്ടെന്നല്ല, പ്രേതബാധയുടെ മറവിൽ പലരും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സംഭവ കഥയാണ് ഞാനീ പറഞ്ഞത്. ഇതുപോലുള്ള ഒരുപാട് ചിരിച്ച് നമ്മൾ തലതല്ലി ചാകുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും 1-2 വന്നിട്ടുണ്ട്. വിട്ടുകളഞ്ഞെങ്കിലും അതൊന്നും എന്നെ വിട്ടുപോകാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, എന്നെ വരിഞ്ഞ് ചുറ്റിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളൂ എനിക്കറിയില്ല. പക്ഷെ ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടി ഞാനത് 1-2 ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ.
ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമി ദോഷമോ വാസ്തുദോഷമോ ഇതിനൊക്കെയുള്ള പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.